നമസ്കാരം ക്ഷാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് തൃക്കാൽ രണ്ടും പിണച്ച് പൊന്നോടക്കുഴൽ ഊതി നിൽക്കുന്ന പൊന്നുണ്ണികൃഷ്ണനായിട്ടാണ്. ആ ഉണ്ണികൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരോടും ഒരു അപേക്ഷയുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്. നമ്മുടെ റീസെൻ്റ്ലി ഉള്ള വീഡിയോസൊക്കെ എടുത്തു നോക്കിയാൽ വളരെയധികം ആവർത്തന വിരസതയുണ്ട് ആ ചോദ്യോത്തരങ്ങൾക്ക്. അതുകൊണ്ട് അത് താഴെ കമൻറ്റായിട്ട് വരുന്നുമുണ്ട്, ആവർത്തന വിരസത ഉണ്ട് എന്നുള്ളത്. ഭഗവാന്റെ കാര്യം കേൾക്കുമ്പോൾ ആർക്കും ആവർത്തന വിരസത ഉണ്ടായിട്ടല്ല, ചോദ്യങ്ങൾ സെയിം തന്നെ ചോദിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ പറയുന്നത്. ഞാൻ അവരുടെ ആ ഒരു അഭിപ്രായത്തിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചോദിക്കുന്ന എല്ലാവരും വീഡിയോ മുടങ്ങാതെ കാണാൻ ശ്രമിക്കൂ. വീഡിയോയിൽ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കാതിരിക്കൂ ദയവ് ചെയ്ത്. ആവർത്തിക്കുമ്പോൾ ഇനി ആവർത്തന വിരസത വരുന്നു എന്ന് എനിക്ക് തോന്നുന്ന ചോദ്യങ്ങൾ ഞാൻ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അത് ഒഴിവാക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും പരിഭവം തോന്നരുത്. അത് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് എടുത്ത് കാണാൻ ശ്രമിക്കൂ കേട്ടോ. അതുകൊണ്ടാണ് ആർക്കും ഒരു വിരോധം തോന്നരുത് കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചോദ്യം നോക്കാം കേട്ടോ. ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വിനിതയാണ്. വിനിതയ്ക്ക് 3 കുട്ടികളാണ്. 2 കുട്ടികൾ ട്വിൻസാണ്, മോനും മോളുമാണ്. താഴെ ഒരു മോനും ഉണ്ടെന്ന് ഒരു മോളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ട്വിൻസ് പ്രിമേച്വറാണ്. 7 വയസ്സാകുന്നു അവർക്ക്. മോള് നോർമൽ സ്കൂളിലും മോൻ സ്പെഷ്യൽ സ്കൂളിലുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മോൻ കുറച്ച് ഹൈപ്പർ ആക്റ്റീവാണ്. ഡിലേ ഉണ്ട് എല്ലാ കാര്യത്തിലും. വേറെ മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ നടക്കാനും പറയുന്നതൊക്കെ മനസ്സിലാവുകയൊക്കെ ചെയ്യും. എല്ലാത്തിനും എഗെയിൻസ്റ്റ് ആയിട്ട് പറയുക. സ്റ്റബേൺ ആണ് എല്ലാ കാര്യത്തിലും. നവംബർ മന്ത് ഫുൾ വോമിറ്റിംഗ് വയ്യായ്കയൊക്കെ ആയിരുന്നു. ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് നാരായണീയത്തിലെ 45-ാമത്തെ ദശകം വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വയ്യായ്കയൊക്കെ ഉള്ള നല്ല കുറവുണ്ട്. പക്ഷേ ബിഹേവിയർ ഇഷ്യൂ ആണ് കൂടുതൽ. ഞാൻ വിഷമിക്കണേ. ഞാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചി ഒന്ന് പറഞ്ഞു തരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുന്നിക്കുരു കൊണ്ട് തുലാഭാരം തൂക്കിക്കോളൂ കേട്ടോ. മോനെ ഇവിടെ കൊണ്ടുവന്ന് കുന്നിക്കുരു കൊണ്ട് തുലാഭാരം തൂക്കിക്കോളൂ. എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഹൈപ്പർ ആക്ടിവിസവും ഒക്കെ മാറിയിട്ട് നല്ല നോർമൽ മിടുക്കനായിട്ടുള്ള കുട്ടിയായി മാറട്ടെ അവൻ. നിങ്ങളെല്ലാവരും കൃഷ്ണാരമിത്രങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം. ഒപ്പം എല്ലാ ദിവസവും നാമം മുടങ്ങാതെ ചൊല്ലിക്കോളൂ. നാമം ചൊല്ലലിൽ ഒരു മുടക്കവും വരുത്തണ്ട. 45-ാമത്തെ ദശകം വായിക്കേണ്ട പറഞ്ഞു. അതും ഉത്തമം തന്നെയാണ് കേട്ടോ. കുട്ടികളുടെ എല്ലാ പ്രശ്നങ്ങളും ബിഹേവിയറൽ പ്രശ്നങ്ങളും ഒക്കെ മാറാൻ 45-ാമത്തെ ദശകം വായിക്കുന്നത് ഉത്തമമാണ് കേട്ടോ. അടുത്തതായിട്ട് ബിന്ദു പ്രദീപ്. ഞാൻ മെസ്സേജ് വായിക്കാം. സവിത, ഞാൻ സവിതയിലൂടെയാണ് ഗുരുവായൂരപ്പനുമായിട്ട് അടുത്തത്. ഇപ്പോൾ എനിക്ക് എന്തിനും ഗുരുവായൂരപ്പനെയാണ് തുണയായിട്ടുള്ളത്. ഇനി എനിക്ക് മനസ്സിൽ വരുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിനെ തെറ്റായിട്ട് എടുക്കരുത്. ഇപ്പോൾ സവിതയുടെ വീഡിയോസ് എന്നും കണ്ടിട്ട് ഒരു ദിവസം ഇല്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് വീഡിയോ മുടങ്ങാതിരിക്കാൻ സാധിക്കും. എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ ചെറിയ കഥകൾ വീഡിയോ ആക്കി വെക്കാമോ? അപ്പോൾ മുടക്കം വരാതെ ഇടാൻ സാധിക്കുമല്ലോ. നല്ല സജഷനാണ്. ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യവുമാണ്. പക്ഷേ എന്നെക്കൊണ്ട് എത്തിക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ മുടക്കം വരുത്തണം എന്ന് വിചാരിച്ചിട്ട് വരുത്തിയതല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ മുടങ്ങി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ വൃന്ദാവന യാത്ര വരികയാണ്. 10 days മാറി നിൽക്കേണ്ടി വരും. ഈ 10 daysലേക്കുള്ള വീഡിയോസ് ചെയ്തു വെക്കണം എന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം. പക്ഷേ എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ഇപ്പോഴും നല്ല വീസിങ് ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ വോയിസിൽ മനസ്സിലാവുണ്ടാവും കിതക്കുണ്ട് നല്ലോണം. എനിക്ക് കിതപ്പ് മാറുന്നില്ല. കിതപ്പ് എന്ന് പറഞ്ഞാൽ നെഞ്ചുവേദനയും കഫം കൂടിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. സൗണ്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എത്രത്തോളം പ്രാക്ടിക്കൽ, ഇനിയിപ്പോൾ ഒരാഴ്ചയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു വീഡിയോ ഒരു 20 minutes അല്ലെങ്കിൽ 25 minutes ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വോയിസ് റെസ്റ്റ് ആവശ്യം വരുന്നു. ഇപ്പോൾ അത് ഈ ഒരു പ്രശ്നം കൊണ്ടാട്ടോ. ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഞാൻ. എനിക്കിത് മുടങ്ങാതെ കൊണ്ടുപോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ആണ് സത്യം പറഞ്ഞാൽ വീഡിയോസിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഗുരുവായൂരപ്പനോട്. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ഇതതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോണ ഒരു കാര്യം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അല്ല, ഭഗവാൻ ഇതിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളും അതേ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്
സംസാരിച്ച ഭഗവാനോട് പ്രാർത്ഥിക്കുക തന്നെ വേണം എന്ന് എനിക്ക് റീസെൻ്റ്ലി ആണ് മനസ്സിലായത്. അപ്പോൾ ഇപ്പം ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. മുടക്കം കൂടാതെ ചെയ്യാൻ സാധിക്കണേ, കൂടുതൽ പേരിലേക്ക് എത്താൻ സാധിക്കണേ എന്നുള്ളതൊക്കെ കേട്ടോ. മറ്റേത് എനിക്ക് അങ്ങനെയൊന്നുമുള്ളൊരു ചിന്തയുണ്ടായിരുന്നില്ല. ഇത് എൻ്റെ ഡെയിലി റുട്ടീൻ്റെ ഒരു ഭാഗം. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വീഡിയോ ചെയ്യുന്നു, അങ്ങനെയല്ല. ഒരുപാട് പേരുടെ മെസ്സേജസ് വരുന്നുണ്ട്. റീസെൻ്റ്ലി കുറച്ച് അധികം മെസ്സേജസ് എനിക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ മനസ്സിന് കുറേ സമാധാനം കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള മെസ്സേജസ് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാരണം ഒരാൾക്കൊരു ഒരു ചെറിയ കാര്യമായിരിക്കാം ചിലപ്പോൾ. ആ ചെറിയ കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ നേട്ടമായിട്ട് കണക്കാക്കണ്ടേ. അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്നത് റീസെൻ്റ്ലി ആണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ട, നിങ്ങളും പ്രാർത്ഥിക്കണം. എനിക്കത് മുടങ്ങാതെ ഒന്ന് കൊണ്ട് നടത്തണമെന്ന് വലിയ 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 ആഗ്രഹമുണ്ട്. അടുത്തതായിട്ട് അപർണ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, ഞാൻ 2 പ്രാവശ്യം ചോദിച്ചിരുന്നു, മറുപടി കിട്ടിയില്ല. അതുകൊണ്ട് വീണ്ടും ചോദിക്കുന്നു, ഉണ്ടമാല ഭഗവാന്റെ കഴുത്തിലല്ലേ ചാർത്തുന്നത്? ഭഗവാനെ നാരായണീയത്തിൽ ധന്വന്തരി മൂർത്തിയായിട്ട് സ്തുതിക്കുന്ന ദശകം ഉണ്ടോ? പുതിയൊരു ചോദ്യം കൂടിയുണ്ട്. ഗുരുവായൂരിൽ വന്നാൽ മമ്മിയൂരിൽ കൂടി തൊഴാറുണ്ട്, അതല്ലാതെ വേറെ അമ്പലങ്ങളും അടുത്തുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ദൂരെയുള്ള എനിക്ക് അതിനെപ്പറ്റി ധാരണയില്ല, ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ ഈ ചോദ്യം എടുത്തിട്ടുണ്ട്. അപർണയുടെ ചോദ്യമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തന്നെ ഇപ്പോൾ കൺഫ്യൂഷനാണ്. ഞാനിത് ഏത് വീഡിയോയിലാണ് പറഞ്ഞിരിക്കുന്നത്, ഏത് ഷോർട്ട് വീഡിയോയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ ഒന്നും കൂടെ പറയുന്നു. ഉണ്ടമാല ഭഗവാന്റെ ഇരുവശങ്ങളിലുമായിട്ട് കഴുത്തിലൂടെ ചാർത്തുന്നത് തന്നെയാണ്. ഇരുവശങ്ങളിലുമായിട്ട് അലങ്കാരമാലയായിട്ട് വരുന്ന തടിച്ചുരുണ്ട മാലയാണ് ഉണ്ടമാല എന്ന് പറയുന്നത്. ഇനി നാരായണീയത്തിലെ ധന്വന്തരി മൂർത്തിയായിട്ട് സ്തുതിക്കുന്ന ദശകമുണ്ട്. ആ ഒരു ഭാഗമുണ്ട്. കൂർമാവതാരം, ലക്ഷ്മി സ്വയംവരം തുടങ്ങിയ ഭാഗങ്ങളുണ്ട് എന്നുള്ളതല്ലാതെ ഒരു ദശകം ധന്വന്തരിയായിട്ട് സ്തുതിക്കുന്നത് അങ്ങനെയില്ല കേട്ടോ. അടുത്തതായിട്ട് മമ്മിയൂര് തൊഴാറുണ്ട്, അതല്ലാതെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർത്ഥസാരഥി, തിരുവങ്കിടം, നാരായണംകുളങ്ങര, അതുപോലെ പെരുന്തട്ട, പന്തായിൽ, അങ്ങനെ കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ അടുത്തടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഓരോ കിലോമീറ്ററിൻ്റെ അടുത്തടുത്താണ്. ഏറ്റവും കൂടുതൽ പരിചയം ഉണ്ടാവുക, ഭക്തർക്ക് പരിചയം ഉണ്ടാവുക പാർത്ഥസാരഥിയും തിരുവങ്കിടവും ആയിരിക്കും. ഇത് രണ്ടും ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ്. ഭഗവാൻ പാർത്ഥസാരഥി ആയിട്ടിരിക്കുന്ന അമ്പലമാണ് പാർത്ഥസാരഥി. കുന്തിദേവി വെച്ച് ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് എന്നും ഒരു ചരിത്രം പറയാറുണ്ട് കേട്ടോ. രഥത്തിൻ്റെ രൂപത്തിലാണ് ശ്രീലകം. അവിടെ വലിയ പ്രാധാന്യമുണ്ട്. അവിടെ ചമ്മട്ടി സമർപ്പണം എന്ന ഒരു വഴിപാടിന് സാധിക്കുമ്പോൾ വന്നു പോകും. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പാർത്ഥസാരഥി ക്ഷേത്രം കാണാൻ സാധിക്കുക. അടുത്തതായിട്ട് തിരുവങ്കിടം അമ്പലമാണ്. ഈ തിരുവങ്കിടം അമ്പലം എന്ന് പറയുന്നത് എന്താ പറയുക, തിരുവെങ്കിടാചലപതിയുടെ ഭാവത്തിലാണ് അവിടെ ഭഗവാൻ. അതേമാതിരി തന്നെ ഭഗവതി അമ്മയ്ക്കും ഒരുപാട് പ്രാധാന്യമുണ്ട് ആ ക്ഷേത്രത്തിൽ. ഇത് കൂടാതെ പെരുന്തട്ട ശിവക്ഷേത്രം ഉണ്ട് ഇവിടെ. മമ്മിയൂരത്തെ പോലെ തന്നെ പ്രാധാന്യമുണ്ട് ഈ പെരുന്തട്ട ശിവക്ഷേത്രത്തിനും. അവിടെ ഇപ്പോൾ ഫെബ്രുവരി 1-ാം തീയതി മുതൽ അതിരുദ്രം തുടങ്ങുകയാണ്. അപ്പോൾ അവിടെയും വളരെ പ്രാധാന്യമുള്ള അമ്പലം തന്നെയാണ്. അവിടേക്ക് പോകുന്ന വഴിക്കാണ് പന്തായിൽ അയ്യപ്പ ക്ഷേത്രം ഉള്ളത്. അതും ഒരു ചെറിയ അമ്പലമാണ്. അയ്യപ്പസ്വാമിയുടെ ആ നിൽക്കുന്ന ഭാവത്തിലുള്ള അയ്യപ്പസ്വാമിയാണ് കേട്ടോ. ധ്യാനത്തിലിരിക്കുന്ന ചെറിയ അയ്യപ്പനല്ല, ശാസ്താവിൻ്റെ ഭാവത്തിലുള്ള അയ്യപ്പൻ്റെ ക്ഷേത്രമാണ്. അതും പ്രാധാന്യമുള്ള ക്ഷേത്രം തന്നെയാണ്. പിന്നെ ഉള്ളത് നാരായണംകുളങ്ങര ക്ഷേത്രമാണ്. അവിടെ ഭഗവതി അമ്മയാണ്. അപ്പോൾ അങ്ങനെ അടുത്തടുത്ത കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. മിക്കവാറും അമ്പലങ്ങളിൽ മാസം തൊഴിലൊക്കെ ഇവിടങ്ങളിലുള്ള ആൾക്കാർക്ക് ഉണ്ട്. മമ്മിയുടെ ദിവസം പോണ ആൾക്കാരാണെങ്കിൽ ഈ എല്ലാ ക്ഷേത്രങ്ങളിലും മാസത്തിൽ ഒരു തവണ തൊഴുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വരുമ്പോൾ തൊഴാൻ സാധിക്കട്ടെ. അടുത്തതായിട്ട് അശ്വതി സജീവ് എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്, സഹോദര, നമ്മൾ വീട്ടിൽ 2 നേരവും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതാണോ അതോ അമ്പലത്തിൽ പോകുന്നതാണോ നല്ലത്? അങ്ങനെ ചോദിച്ചാൽ എന്താ ഞാൻ പറയാ, രണ്ടിനും പ്രാധാന്യമുണ്ട്. രണ്ടിനും 2 വേയിലാണോ പ്രാധാന്യം? നമ്മളൊരു ഗൃഹം ആവുമ്പോൾ, നമ്മുടെ വീടാവുമ്പോൾ 2 നേരം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെ വേണം എന്നാണ് ഉത്തമം. അതാണ് വീട്ടിലുള്ള നെഗറ്റിവിറ്റി എല്ലാം പോയി പോസിറ്റീവ് ആവാൻ, നല്ല വീടാവാൻ, അല്ലെങ്കിൽ നല്ല ഐശ്വര്യം ഉണ്ടാവാൻ 2 നേരം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക തന്നെ വേണം. ക്ഷേത്രത്തിൽ പോകുന്നതാണോ നല്ലത് ചോദിച്ചാൽ, ക്ഷേത്രത്തിൽ പോകുന്നത് ആരാ പറഞ്ഞ പൊട്ടയാണെന്ന്? ഏറ്റവും നല്ല കാര്യമാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. ഇനി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നവരോട്, ക്ഷേത്രത്തിൽ കൂടുതൽ ആയിട്ട് പോസിറ്റീവ് എനർജി ഉണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നാരായണീയ പാരായണം, ഭാഗവത പാരായണം, ഭഗവത്ഗീത
ഭഗവത്ഗീതാ പാരായണം, സഹസ്രനാമങ്ങൾ, അതുപോലെ മന്ത്രജപങ്ങൾ, വേദജപങ്ങൾ ഒക്കെ നടക്കുന്നതാണ് ക്ഷേത്രത്തിൽ. അപ്പോൾ അവിടെ കുറച്ചധികം എന്താ പറയുക, പോസിറ്റീവ് എനർജി, ഇതെല്ലാം ശുദ്ധമായി വേണ്ട രീതിയിൽ ആചരിക്കുന്ന ക്ഷേത്രമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോസിറ്റീവ് എനർജി വളരെയധികം ഹൈ ലെവലിലായിരിക്കും. നമ്മുടെ വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പോസിറ്റീവ് എനർജി നമുക്ക് ക്ഷേത്രങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ നിന്നും കിട്ടും. അതുകൊണ്ട് ക്ഷേത്ര ദർശനം എന്തായാലും ചെയ്യേണ്ടതാണ്. എന്ന് കരുതി ഈ വീട്ടിലെ വിളക്കുവയ്പ്പും ആരാധനയും ഇല്ലാതിരിക്കാനും പാടില്ല കേട്ടോ. അപ്പം ഇത് രണ്ടിനും തുല്യ പ്രാധാന്യമുണ്ട്. രണ്ടും രണ്ട് വേലാണ് പ്രാധാന്യം വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് ഗിരിജ കുമാരി എന്ന ഭക്ത പറഞ്ഞിട്ടുണ്ട്, മാഡം മഞ്ജുളാലിന് ആ പേര് കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു, ആ കഥയൊന്ന് പറഞ്ഞു തരുമോ? അതിൻ്റെ താഴെയായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുമ്പ് മഞ്ജുളയുടെ കഥ പറഞ്ഞതിൻ്റെ. തീർച്ചയായിട്ടും ഇനിയും പറയാട്ടോ, പറയില്ല എന്നൊന്നും ഇല്ല, ഇനിയും പറയാട്ടോ. അടുത്തതായിട്ട് കിച്ചു കൃഷ്ണ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ചേച്ചി എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമാണ്, എപ്പോഴും നെഞ്ചരിച്ചിലാണ്, എന്ത് കഴിച്ചാലും കുറേ സമയം ബുദ്ധിമുട്ടാണ്, എന്താ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നെല്ലിക്ക സമർപ്പിക്കുക ഗുരുവായൂരപ്പന്, ഇഞ്ചി സമർപ്പിക്കുക ഗുരുവായൂരപ്പന്. ഇഞ്ചി നല്ലതാണെന്ന് കേട്ടിട്ടില്ലേ? ഇഞ്ചി എന്താ പറയുക, നമുക്ക് എന്ത് തരത്തിലുള്ള വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്നാലും ഇഞ്ചി ചതച്ച വെള്ളം തരും നമുക്ക്, അല്ലെങ്കിൽ ഇഞ്ചി നീര് കുടിച്ചാൽ കറിയ വ്യത്യാസം വരും എന്നൊക്കെ പറഞ്ഞ് പണ്ടുള്ളവരൊക്കെ തരൂല്ലേ. അപ്പോൾ ഗുരുവായൂരപ്പനെ ഇഞ്ചി സമർപ്പിച്ചോളൂ കേട്ടോ. നെഞ്ചരിച്ചിലും ഗ്യാസും അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ ഇഞ്ചി സമർപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് സവിത, സ്വരം വേഗം ശരിയാവട്ടെ, ഞാൻ നാരായണീയം പകർത്തി എഴുതുന്നുണ്ട്, പക്ഷെ പലപ്പോഴും തെറ്റുകൾ വരും, വെട്ടും കുത്തുമായി ആകെ വൃത്തികേടായിരിക്കുന്നു. 53 വയസ്സുള്ള അമ്മയാണ് ഞാൻ, എന്താണ് സൊല്യൂഷൻ? വേറെ എഴുതണോ? പ്ലീസ് മറുപടി തരണേ. അങ്ങനെയൊന്നുമില്ല, ആ പുസ്തകത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നോക്കൂ, നമ്മളൊരു കുട്ടി നടന്നു തുടങ്ങുക എങ്ങനെയാണ്? കുറച്ച് 2 അടി വയ്ക്കും, നടക്കും, പിന്നെ അത് വീഴും, പിന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കും, അവന് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെയും അവൻ നടക്കും, പിന്നെയും എഴുന്നേൽക്കും. ഇങ്ങനെ വീണും നടന്നും ഇരുന്നും തന്നെയല്ലേ നമ്മൾ നടക്കാൻ പഠിക്കുള്ളൂ. ഇതേമാതിരി തന്നെയാണ് പണ്ട് അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിരുന്നത്. ആ എന്നുള്ള അക്ഷരമാണ് നമ്മൾ ആദ്യം പഠിക്കുക. അതിനെ റ എഴുതണം, അതാദ്യം. ഈ റ എന്ന് എഴുതിയിട്ട് പിന്നെ അത് ആ എന്നാക്കാൻ നമ്മൾ കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ആ എന്ന അക്ഷരം പഠിക്കുക അല്ലേ. അതിലെത്ര തെറ്റ് വന്നിട്ടാ പിന്നെ നമ്മൾ അതിൽ ആ എത്തുക. ഇതേമാതിരി തന്നെയാണ് നാരായണീയം. നമുക്ക് ബൈ ഹാർട്ടൊന്നുമല്ല, നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് ഒട്ടും തെറ്റ് വരുത്താതെ എഴുതാനൊന്നും അറിയില്ല. എഴുതുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും, അതൊക്കെ തിരുത്തി നേരെയാക്കിയിട്ട് ഭഗവാന് കൊണ്ടുകൊടുക്കുക. വെട്ടുണ്ടായി കുത്തുണ്ടായി എന്നൊന്നും പറഞ്ഞിട്ട് ആ പുസ്തകം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല കേട്ടോ. വീണ്ടും വീണ്ടും തിരുത്തി തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ അതിന് അനുഗ്രഹിക്കട്ടെ കേട്ടോ. അടുത്തതായിട്ട് എൻ്റെ സവിത, എന്താണോ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും സങ്കടം വരും, കുറേ വിഷമങ്ങൾ ഉള്ളതുകൊണ്ടാണോ? ഞാനൊരു സിംഗിൾ പാരൻ്റ് ആണ്, എൻ്റെ മോന് 17 വയസ്സായി, നല്ല ഈശ്വര വിശ്വാസം ഉണ്ടായിരുന്നു, ഡെയിലി അമ്പലത്തിലൊക്കെ പോയിരുന്നു, ഇപ്പോൾ തീരെ പോവില്ല, പറഞ്ഞാലും പോവില്ല, ഇപ്പോൾ പഠിക്കാനും മടിയാണ്, പറഞ്ഞാൽ ദേഷ്യം വരും, പരിഹാരം പറഞ്ഞു തരണേ എന്ന്. ഒട്ടും പരിഭ്രമിക്കേണ്ട, നമ്മൾ അമ്മമാരാണ്, നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാണ്ടായ നല്ലോണം ടെൻഷൻ വരും. പക്ഷെ ഒട്ടും പരിഭ്രമിക്കേണ്ട. 17 വയസ്സ് എന്ന പ്രായമാണ് ഇവിടെ പറഞ്ഞാൽ കേൾക്കാത്ത പ്രായം എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവനെ അവൻ്റെ വഴിക്ക് വിടൂ എന്ന് കരുതി എന്താ പറയുക, നാമം ജപിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട, അവൻ അങ്ങനെ പൊക്കോട്ടെ, അങ്ങനെയല്ല കേട്ടോ. ഉണ്ണികൃഷ്ണനോട് പറയൂ, ഉണ്ണികൃഷ്ണ എൻ്റെ കുട്ടി ഇതാ പറഞ്ഞാൽ കേൾക്കണില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിക്കൂ. ഒപ്പം മകൻ ഉറങ്ങുമ്പോഴാണെങ്കിൽ പോലും ഒരു 4 നാരായണനാമം അവനെ തൊട്ടൊന്ന് ജപിച്ചോളൂ കേട്ടോ. നാരായണ 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 എന്ന ഒരു 4 തവണയെങ്കിലും തൊട്ട് ജപിച്ചോളൂ. ഒപ്പം നാരായണ കവച മന്ത്രം മോന് വേണ്ടി എല്ലാ ദിവസവും ചൊല്ലി നമസ്കരിച്ചോളൂ. അതും വളരെ 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 ഉത്തമമാണ് കേട്ടോ. അപ്പോൾ മോൻ മറ്റ് ചീത്ത കൂട്ടുകെട്ടുകളിലൊന്നും പോയി പെടാതെയും അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാണ്ടൊക്കെ ഇരിക്കണമെങ്കിൽ നാരായണ കവചം അവനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലിക്കോളൂ. അടുത്തതായിട്ട് സദാ എനിക്ക് ഗുരുവായൂർ കണ്ണൻ്റെ അടുത്ത് വന്ന് 3 ദിവസം ഭജന ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഫെബ്രുവരിയിൽ. അവിടെ വന്നാൽ എനിക്ക് ഒറ്റയ്ക്ക് സുരക്ഷിതമായി താമസിക്കാൻ പറ്റിയ വൃത്തിയൊക്കെ ഉള്ള ഒരു സ്ഥലം ഏതാണെന്ന് പറയാമോ എന്നാണ് ഗീതാചന്ദ്രൻ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, എനിക്ക് ഇങ്ങനത്തെ ചോദ്യത്തിന് ഉത്തരം പറയാറിയില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഷീ സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത്
പ്രമോഷണൽ വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ. ഷീ സ്റ്റേയിൽ ഒരാളെ പോലും പരിചയമില്ല. അവിടെ സ്ത്രീകൾ മാത്രമായിട്ട് വന്നാൽ താമസിക്കാനുള്ള സൗകര്യമാണ് ഈ ഷീ സ്റ്റേ. അതിപ്പോൾ റീസെൻ്റ്ലി ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ കണ്ട നല്ല വൃത്തിയൊക്കെയുള്ള കെട്ടിടമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞാൻ കയറി നോക്കിയിട്ടില്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തതിൻ്റെ താഴെയായിട്ട് അവിടെ തീരെ വെള്ളമില്ല, വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നത് സത്യമാണോ എനിക്കറിയില്ല, വെറുതെ പറയണതാണോ എനിക്കറിയില്ല. അപ്പോൾ ഈ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെയല്ലേ എൻ്റെ നാട്. അപ്പോൾ എനിക്കിവിടെ സ്റ്റേ ചെയ്യേണ്ട ഒരു ആവശ്യം വരണില്ലല്ലോ പുറത്ത്. അപ്പോൾ എനിക്കറിയില്ല ഇവിടുത്തെ ലോഡ്ജിങ് സംവിധാനത്തിൽ എത്രത്തോളം വൃത്തിയുള്ളതാണെന്നും എത്രത്തോളം റീസണബിളാണ് റേറ്റ് എന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഒരാളുടെ പേരെടുത്ത് പറയണമെങ്കിൽ നമുക്ക് അവരെ പരിചയം ഉണ്ടായിരിക്കണം, അവർ കൊടുക്കുന്ന റൂം ഫെസിലിറ്റീസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരിക്കണം, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അവിടെ എത്ര രൂപയുള്ളൂ കേട്ടോ, അവിടെ നല്ലതാണ് കേട്ടോ, ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ എനിക്കത് അറിയണ്ടേ. അപ്പോൾ എനിക്കത് അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. തനിച്ച് വന്നാൽ താമസിക്കാൻ ഷീ സ്റ്റേയിൽ അലൗ ചെയ്യുമെന്ന് എനിക്കറിയാം. അവിടെ ഡോർമെറ്ററി പോലത്തെ സംവിധാനങ്ങളാണ് ഉള്ളതെന്നാണ് അവിടെ സ്റ്റേ ചെയ്ത ഒരു ചേച്ചി പറഞ്ഞത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല കേട്ടോ. അടുത്തതായിട്ട് പ്രസന്ന ലോഹി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. മോളെ സവിത, ഞങ്ങൾ മോന് 30 വയസ്സായി, കല്യാണം കഴിപ്പിക്കണം, ഇപ്പോൾ വേണ്ടാന്ന് പറയുന്നു, ഇപ്പോൾ സമയമാണ് എന്ന് പറയുന്നു. അവൻ സമ്മതം പറയാതെ നോക്കാൻ പറ്റില്ലല്ലോ. കല്യാണം കഴിക്കണം എന്ന് അവന് തോന്നണം, കുട്ടിയെ നോക്കാൻ ഞങ്ങളോട് പറയണം. അതിന് ഭഗവാനോട് എന്താ പറയുക, മനസ്സ് മാറ്റിത്തരാൻ എന്നും കണ്ണനോട് പറയുന്നുണ്ട്. എന്താ മോളെ ചെയ്യേണ്ടത്? വീട്ടിലടക്കി നിൽക്കൂ, ഗുരുവായൂരപ്പന് താമ്പൂലം വഴിപാട് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യൂ. എന്താ പറയുക, മകൻ്റെ വിവാഹം നടക്കുന്നത് വരെയും ഇത്ര ദിവസം എന്നൊന്നുമില്ല കേട്ടോ. ഗുരുവായൂർക്ക് വരുന്ന സമയം അടുത്ത 41 ദിവസത്തേക്ക് വീട്ടിലടയ്ക്കുക. 41 ദിവസത്തേക്ക് 82 രൂപയുള്ളൂ, ഒരു ദിവസത്തേക്ക് 2 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് വീട്ടിലടയ്ക്ക് ഷീട്ടാക്കിക്കോളൂ. അതിവിടെ എല്ലാ ദിവസവും നേദ്യം, വീട്ടിലടയ്ക്ക് നേദ്യം ഉള്ളതാണ് ഗുരുവായൂരപ്പന്. അപ്പം അങ്ങനെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ മകൻ്റെ മനസ്സൊക്കെ മാറിയിട്ട് മകൻ തിരിച്ചിങ്ങോട്ട് വന്ന് പറയും കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് നമസ്കാരം സവിത, കഴിഞ്ഞ 3 ദിവസങ്ങൾ ഞാൻ ഗുരുവായൂർ ഉണ്ടായിരുന്നു. ഒന്ന് കാണാൻ വേണ്ടിയാണ് ഫോൺ ചെയ്തത്, മോളെ എടുത്തില്ല, വലിയ സങ്കടമായി. അമ്പലത്തിൽ വന്ന് നന്നായി ദർശനം കിട്ടി, അഹസ് വഴിപാട് നടത്തി, അതിൽ കളഭമുണ്ടായിരുന്നു, അതെങ്ങനെ കേടാകാതെ സൂക്ഷിക്കാം എന്നൊന്ന് പറഞ്ഞു തരുമോ? ചോദ്യം കണ്ടില്ലെന്ന് വെക്കരുതേ എന്നാണ് ലളിതാംബിക എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു, ഞാൻ എടുത്തില്ല എന്ന് പറയുന്നത്. അനേകം പേർക്ക് റീസെൻ്റ്ലി ആ ഒരു പ്രശ്നം, ആ ഒരു ദേഷ്യം എന്നോട് ഉണ്ടായിരിക്കാം, എടുക്കുന്നില്ല എന്നുള്ളത്. സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്ക്, പറയുന്നത് കേൾക്കും, പിന്നെ നല്ല ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. അതുകൊണ്ട് കേട്ടോ എടുക്കാതിരിക്കാൻ ഒരു വലിയ കാരണം. അതെന്താണെന്നറിയോ, ഫോൺ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ദേഷ്യം പിടിക്കാതെ പറ്റുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒട്ടും എന്താ പറയുക, വെറുതെ വിളിച്ചാൽ കിട്ടുമോ നോക്കാൻ വേണ്ടി വിളിക്കില്ലേ. അപ്പോൾ അസുഖമാണോ സവിത, ഞാൻ വന്നു കഴിഞ്ഞാൽ ഇത്ര മണിക്ക് വന്നാൽ എത്ര നേരം ക്യൂ നിൽക്കേണ്ടി വരും? അതിപ്പോൾ എങ്ങനെയാ പറയുക, അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ക്യൂ ഒക്കെ എങ്ങനെയുണ്ട്, തിരക്കുണ്ടോ, ഇങ്ങനെ എന്താ പറയുക, സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി വിളിക്കുക പറയില്ലേ. ആ സമയത്ത് എനിക്ക് സംസാരിക്കാൻ വയ്യാണ്ടിരിക്കുക ഞാൻ. ആ സമയത്ത് ഇവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ആ ഫോൺ എടുക്കണേ. പക്ഷേ അതല്ല, വെറുതെ വിളിക്കുന്നതാണ്. മാത്രമല്ല പല ആൾക്കാരുടെയും ആറ്റിറ്റ്യൂഡ് ഞാൻ പരാതിയായിട്ട് പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് അനുഭവം വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഞാൻ എങ്ങനെ കൺവിൻസ് ചെയ്യിക്കേണ്ടതെന്ന് അറിയില്ല. പല ആൾക്കാർക്കും എന്താണെന്ന് വെച്ചാൽ ഒരു സൗകര്യം കിട്ടിയല്ലോ, എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ വേഗം വിളിച്ചാൽ മതിയല്ലോ, ആ ഒരു രീതിയിൽ ആണ് അവർ വിളിക്കുന്നത്. വിളിച്ചിട്ട് ഫോൺ 2 പ്രാവശ്യം വിളിച്ചോളൂ, എന്താ ഫോൺ എടുക്കാൻ? ഞാൻ കണ്ടില്ല, സൈലൻറ്റിലായിരുന്നു. അതെന്താ അങ്ങനെ സൈലൻറ്റിൽ വെക്കണേ? നിങ്ങൾ നമ്പർ കൊടുത്തിട്ടല്ലേ വിളിക്കണത്? അപ്പം ആ ഒരു രീതിയിൽ പറയുമ്പോൾ അപ്പോൾ എനിക്ക് തന്നെ വിഷമമാവും. ഞാൻ ആ നമ്പർ കൊടുത്തിട്ടുള്ള ഷോർട്സ് ചെയ്തിട്ട് കുറേ ദിവസമായി. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാൻ പോവുക ഞാൻ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ സംസാരിക്കാനല്ല, ഞാൻ അത് കൊടുത്തിരിക്കുന്നത് വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരാൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഗുരുവായൂർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഈ സമയത്ത് ഇതുപോലെ കാണണം എന്ന് ആഗ്രഹമുണ്ട്, സവിതയെ വിളിച്ചാൽ കിട്ടുമോ? ഓക്കെ വിളിച്ചോളൂ. അങ്ങനെ വിളിക്കുന്ന ഒരാളും വെറുതെ വിളിച്ചാൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ, അങ്ങനെ പറയുന്നതും തമ്മിൽ നല്ല വ്യത്യാസമല്ലേ. അപ്പോൾ ഇത് ഏതാ കോളെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ഫോൺ വിളിക്കുന്ന എല്ലാവരും ചിലപ്പോൾ അങ്ങനത്തെ ഒരു കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷമാവും വേറൊരു കോൾ വരുന്നത്. അപ്പോൾ ആ കോൾ എടുക്കാതിരിക്കുന്നുണ്ട്. ദേഷ്യം വരാൻ പാടില്ല എന്നാട്ടോ പറയുക, പക്ഷെ നല്ലോണം ദേഷ്യം വരുന്നുണ്ട്. എന്താ ചെയ്യാന്നറിയില്ല.
ചിലപ്പോൾ ശാരീരിക ബുദ്ധിമുട്ട് വരുമ്പോഴാവും നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നത്. അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. അതുകൊണ്ട് പല കോൾസ് ഇഗ്നോർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒന്നും തോന്നരുത് കേട്ടോ. അപ്പോൾ ചോദ്യം ഇതാണ്, കളഭം എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കും എന്നാണ്. കളഭം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പരന്ന ഒരു പാത്രത്തിലേക്ക് പരത്തി വെച്ചിട്ട് അത് ഫാനിൻ്റെ ചോട്ടിലോ റൂം ടെമ്പറേച്ചറിലോ വെച്ചിട്ട് ഉണക്കിയെടുക്കുക എന്നുള്ളതാണ്. വെയിലത്ത് വെക്കരുത് ഒരിക്കലും. അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ സ്ഥിരമായിട്ട് സൂക്ഷിക്കണം. നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സൂക്ഷിക്കുന്ന ഫ്രിഡ്ജാണെങ്കിൽ അതിൽ കളഭം കൊണ്ടുവയ്ക്കാൻ പാടില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ കളഭം ഇങ്ങനെയാണോ ഉണക്കി സൂക്ഷിക്കേണ്ടത്. ഇനി ഉണക്കി സൂക്ഷിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ കറുത്ത് പോവും, അതിൻ്റെ ഒരു ബാഡ് സ്മെല്ലും വരും. നല്ല കളഭത്തിൻ്റെ ഗന്ധത്തിന് പകരം ഒരു ബാഡ് സ്മെല്ലും വരും, അത് കറുത്ത് പോവുകയും ചെയ്യും, തൊടാൻ യോഗ്യമല്ലാതാവും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു പരന്ന പാത്രത്തിൽ പരത്തി ഉണക്കി എടുത്തിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ആവശ്യത്തിന് എടുത്ത് ചാലിച്ച് വെച്ചാൽ മതി, അത് എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളൂ കേട്ടോ അങ്ങനെ. അപ്പോൾ ഇനി മുതൽ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ. അടുത്തതായിട്ട്, അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. ഇനിയും കുറേ ചോദ്യങ്ങളുണ്ടെങ്കിലും ഞാൻ എടുത്തിട്ടില്ല. ഒറ്റ ചോദ്യത്തിന് കൂടി മറുപടി പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. ധനലക്ഷ്മി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, തീർത്ഥജലം എത്ര എമൗണ്ട് വരും? 80 കിലോ വെയിറ്റ് ആണ്, അന്നേരം പറഞ്ഞു തരൂ. തീർത്ഥജലം കൊണ്ട് തുലാഭാരം തൂക്കുന്നതിന് വെയിറ്റിൻ്റെ കണക്കില്ല. അവിടെ ഒരു കുടം തീർത്ഥം മാത്രമേ വെക്കുള്ളൂ, ബാക്കി ഇരുമ്പ് കട്ടിയാണ് വെക്കുക. അതുകൊണ്ട് എത്ര കിലോ വെയിറ്റുള്ള ആൾക്കാർക്കാണെങ്കിലും 150 രൂപ മാത്രമാണ് തീർത്ഥജലത്തിൻ്റെ തുലാഭാരത്തിന് വരുന്നത്. ഇതും കൂടെ ചേർത്ത് ഇത് ഞാൻ 1001 വട്ടവും പറയുണ്ടാവുക അല്ലേ. അപ്പോൾ ആവർത്തന വിരസത തോന്നുന്നവരോട് ക്ഷമാപണം നടത്തുന്നു. അടുത്ത ദിവസം കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടും കഥകളൊക്കെ ആയിട്ടും വരാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരി.